കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുറത്ത് യാത്ര പോയി. എൻ്റെ ഒരു സുഹൃത്ത് കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഒരു 2007-2008 കാലഘട്ടത്തിൽ വിദേശത്തേക്ക് കുടിയേറി അവിടെ നല്ലൊരു പോസ്റ്റ്, ഗവൺമെന്റ് പോസ്റ്റ് ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിക്കണത് എന്താ വെച്ചാൽ നല്ല 8 മണിക്കൂർ ജോലി, വലിയ ശമ്പളം, പിന്നെ പോർച്ചിൽ ഒരു BMW 7 സീരീസ്, ഒരു ലാൻഡ് ക്രൂയിസർ, 2 വലിയ വണ്ടികൾ. ഈ വണ്ടി ക്രൈസുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള 2 വലിയ വണ്ടികൾ മുമ്പിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സങ്കടം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബംഗാളിയാണ്. ഇവിടെ നമ്മൾ എത്ര വലിയ പോസ്റ്റ് ആണെങ്കിലും ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ഒരു ബംഗാളിനെ പോലെ കാണുന്നത്. ഭയങ്കര ശമ്പളമൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ് എല്ലാ തരത്തിലും, പക്ഷെ നമുക്കൊരു വിലല്ല അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ മൂപ്പരൊരു ബോസ് ഉണ്ട്, മൂപ്പര് അപ്പൊ ആ പോസ്റ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും ഈ കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ബോസിന്റെ ഇപ്പത്തെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് ചോദിച്ചു. ആ ബോസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബോസിന് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലങ്ങളായിട്ട് അയാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ നിരാശയിലാണ്, അയാൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാത്ത പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ വിചാരിച്ച അവിടെത്തി നമുക്ക് സന്തോഷം ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിശ്രമിക്കാം അല്ലെ. എല്ലാ സ്ഥലത്തും 4-5 ഷോറൂമൊക്കെ ആയി, 2-4-5 ഷോപ്പൊക്കെ ആയി, ഇനിയൊന്ന് വിശ്രമിക്കുക ഒരിക്കലും കഴിയില്ല. അത് അതിനേക്കാൾ വലിയ തിരക്കിലും അതിനേക്കാൾ വലിയ നമ്മൾ തന്നെ വളർന്നു വന്ന ഘട്ടങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി. മുമ്പുണ്ടായിരുന്നത്ര സംതൃപ്തി നമുക്ക് ഇപ്പോഴുണ്ടോ? മുമ്പ് നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു മാനസിക സന്തോഷം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ദുനിയാവ് നേടിയിട്ട് സന്തോഷിക്കാം, സംതൃപ്തി അടയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഖുർആൻ ആയത്തുകൊണ്ട് നമ്മൾ പൊളിക്കണം. സമാധാനം ഉണ്ടാവുക എന്നത് മനസ്സുകളെ സൃഷ്ടിച്ച, മനസ്സുകളെ സംവിധാനിച്ച, ഈ മനുഷ്യന്റെ മനസ്സിനെ ഡിസൈൻ ചെയ്ത മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് മനസ്സ് സംതൃപ്തമാകുള്ളൂ എന്ന് നിങ്ങൾ അറിയണം കേട്ടോ എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കണം. എന്തിനാണ് സഹോദരങ്ങളെ? മറ്റുള്ളതിൽ സംതൃപ്തിയും സമാധാനവും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കിട്ടൂല എന്ന് മനസ്സിലാക്കി തരാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാകാത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിനെയും റസൂലിനെയുമായി നമ്മൾ എന്ന് കണ്ടെത്തുന്നു, എന്ന് മനസ്സിലാക്കുന്നു, അന്നേ സമാധാനം കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഞാൻ സുബഹി ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ കുറച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇന്ന് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സലാത്തെങ്കിലും ചൊല്ലിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അത് സന്തോഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ചൊല്ലിയിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ കാണുന്നത് അതിനേക്കാൾ അതിനും മുകളിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങളെ മനസ്സിൽ അങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളതെങ്കിൽ ഇതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കുറഞ്ഞ ഒരു ആയുസ്സിൽ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണ്? ഇതൊരു പരീക്ഷണമാണ്. ഈ ദുനിയാവെന്നത് ഒരു വഞ്ചനാചരക്കമാണ് അല്ലെ. ഇത് ഒരു ഗറൂറാണ്, ഒരു വഞ്ചിക്കുന്ന വിഭവമാണ് ദുനിയാവ് എന്ന് എത്ര സ്ഥലത്താണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിന് സമാധാനം വേണോ, സംതൃപ്തിയുള്ള ജീവിതം വേണോ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കാണേണ്ടത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിക ഖഫാഫൻ വകന്നഅ അല്ലാഹു ബിമാ ആതാഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് നിശ്ചയമായും വിജയിച്ചവൻ? ആരാണ് വിജയിച്ചവൻ? നമ്മൾ തമാശക്ക് പറയാറുണ്ട്, പട്ടികജാതിയായിട്ട് ജനിക്കുകയും മുഅ്മിനായി മരിക്കുകയും ചെയ്താൽ ദുനിയാവ് രക്ഷപ്പെടും, ആഖിറ രക്ഷപ്പെടും. കാരണം എല്ലാ കോട്ടയിലും നമുക്ക് റിസർവേഷൻ കിട്ടും. ദുനിയാവിൽ പട്ടികജാതി ആയതുകൊണ്ട് മരിക്കുമ്പോൾ സ്വർഗം കിട്ടും, വിശ്വാസി ആയതുകൊണ്ട്. ഈ തമാശക്ക് നമ്മൾ ഈ നല്ല കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ എഴുതിയ ആൾക്കാർക്ക് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് മാർക്ക് എൻട്രൻസ് ഒക്കെ എഴുതി വരുമ്പോൾ ചില ആൾക്കാർ കോട്ടയിൽ കയറി വരും, പട്ടികജാതി കോട്ടയിലൊക്കെ. അപ്പൊ അങ്ങനെ തമാശക്ക് പറയുന്നത്, ജനിക്കുമ്പോൾ ഒരു പട്ടികജാതിയായി ജനിച്ചാൽ മതി, മരിക്കുമ്പോൾ മുമ്പിനായി മരിച്ചാൽ 2 ലോകത്തും രക്ഷപ്പെടും. അപ്പൊ അതേപോലെ ഇവിടെ നോക്കി, ആരാണ് വിജയിച്ചവർ? അല്ലാഹു റസൂൽ പറയണ, നിശ്ചയമായി വിജയിച്ചവർ ആരാണ്? ഇസ്ലാം സ്വീകരിച്ചവൻ, അല്ലാഹു മതിയായ റിസ്ക് നൽകിയവനും ആ റിസ്കിൽ തൃപ്തിപ്പെട്ടവനുമാണ്. അല്ലാഹു
അത്യാവശ്യം ജീവിക്കാനൊരു വകുപ്പ് നൽകി അതിൽ തൃപ്തി അടയുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തവനാണ് ജീവിതത്തിൽ വിജയിച്ചവനെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് കിട്ടിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. കിട്ടാതെ പോയതിനെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉണ്ട് എനിക്ക് എന്തൊക്കെ ഇല്ലാതെ പോയി എന്നതാലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടാൽ ഈ ജീവിതം നമുക്ക് നഷ്ടപ്പെടും സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ പോലും പ്രാർത്ഥിച്ചത് പട്ടിണിയില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ്. ആലി മുഹമ്മദിന് ആവശ്യമായ ജീവിതം അവരുടെ ഭക്ഷണമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കുറെ ദുനിയാവ് തരണമെന്നല്ല, പട്ടിണിയില്ലാതെ നീ അള്ളാഹു നിന്റെ റിസ്ക് അത് കൂത്താക്കിയിട്ട് ആലി മുഹമ്മദിന്റെ കൂത്താക്കിയിട്ട് റിസ്ക് തരണെന്ന് പറയുമ്പോൾ അതായത് ഭക്ഷണം ആ ജീവൻ നിലനിന്ന് പോകാനുള്ള ഒരു ഭക്ഷണമായിട്ട് അത് റിസ്ക് ആക്കിയിട്ട് തരണം എന്നാണ്. അത് വലിയ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ടില്ല. ഒരു പട്ടിണിയില്ലാതെ നിലനിന്ന് പോകാൻ ഒരു ഭക്ഷണമെങ്കിലും ആലി മുഹമ്മദിന് നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ട് കാണാം. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് എത്ര ദുനിയാവ് കിട്ടിയാലും അത് ആദമിന്റെ മകന്റെ വായ അടക്കാൻ മണ്ണ് കൊണ്ടല്ലാതെ സാധിക്കൂല എന്നാണ്. എത്ര കിട്ടിയാലും പിന്നെ അടുത്തൊരു കൂമ്പാര ഒരു മല സ്വർണം ഉഹുദ് മലയോളം സ്വർണം അവന് നൽകിയാലും പിന്നെ ചോദിക്കുന്നത് എന്താ വെച്ചാല് അടുത്ത മല എവിടെയെന്ന് ചോദിക്കുക. അടുത്ത മല എവിടെ? എല്ലാ കഥകളിലൊക്കെ നമുക്ക് കാണാം അല്ലെ? ഇങ്ങനത്തെ ചെറിയ എത്രയോ സുന്ദരമായ കഥകളുണ്ട്. മനുഷ്യന്റെ അത്യാർത്തിയുടെ കഥകൾ. ഇതൊക്കെ പറയുന്നത് അതാണ്. ആദമിന്റെ ആദമിന്റെ ഉള്ള് മണ്ണ് കൊണ്ട് മാത്രമേ നിറയുന്ന മരിച്ച് മണ്ണടിഞ്ഞാലേ അപ്പോഴും അവന്റെ ആശ തീരുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ. അത് അവന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളതിൽ സന്തോഷിക്കാൻ, ഉള്ളതിൽ തൃപ്തിയാകാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവൻ വിജയിച്ചു എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ പറയണം. എന്താണ്? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തുൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅ്മത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ താഴെയുള്ള ആളുകളെ, നിങ്ങളിൽ താഴെ സ്ഥിതി ചെയ്യുന്നവരെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നോക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിസ്സാരമായി കാണുന്നു. നമ്മുടെ മുകളിലൊക്കെ ഒന്നിച്ച് പഠിച്ചോ തന്നില്ലല്ലോ അല്ലെ? ഇതൊക്കെ പോൽക്കാണല്ലോ കിട്ടിയത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണുന്നതാ അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അപ്പൊ അത് കുറക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മുകളിലേക്കല്ല നോക്കേണ്ടത്, നമ്മളെക്കാൾ താഴേക്കിടയുള്ള കായും കാലും ഇല്ലാത്ത കണ്ണില്ലാത്ത ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ചെറിയ പ്രയാസം ഉണ്ടാവുമ്പോൾ പോലും നമ്മളെന്താണ് നമുക്ക് ചെറിയ പ്രയാസം വന്നു, അള്ളാഹുവേ എന്റെ ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന്, അതിനേക്കാൾ ഉത്തമമായത് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു ചെറിയ വിഷമം വരുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമയും അബൂ സലമയും തമ്മിലുള്ള ബന്ധം നമുക്ക് അത്രയും ഒരു ഭയങ്കര രണ്ടുപേരും ഒന്നിച്ച് അബിസീനിയയിലേക്ക് ഹിജ്റ പോയ ഇസ്ലാമിലെ ആദ്യത്തെ കപ്പിൾസ് ആണ് അവര്. അപ്പൊ അബൂ സലമ മരിച്ചിടക്കാണ്. ഉമ്മു സലമക്ക് ഭയങ്കരമായ സങ്കടമുണ്ട്. പക്ഷേ ഉമ്മു സലമ പ്രാർത്ഥിച്ചു. എന്ത്? അല്ലാഹുമ്മ ഉജ്റുനി ഫീ മുസീബത്തി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്താണ്? ഒരു പ്രയാസം ഉണ്ടാവുമ്പോ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പോ എന്തെങ്കിലും വിരലടച്ചപ്പോ ഡോറിന്റെ ഉള്ളിൽ കുടിക്കും, നല്ല വേദന, നല്ല ബുദ്ധിമുട്ടൂലേ, നല്ല ചോര കല്ലിച്ചു, ഭയങ്കര വേദന ആയിരിക്കും, കാലോടിൽ വെച്ചുത്തി. അല്ലാഹുമ്മ ഉജ്റുനി ഫീ മുസീബത്തി. അല്ലാഹുവേ ഈ ഒരു മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് നൽകണേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കാണ്. എന്ത്? അബൂ സലമ മരിച്ചപ്പോൾ അല്ലാഹുവേ ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണേ, ഇതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നെ ഉമ്മു സലമയെ കല്യാണം കഴിക്കുന്നത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ ഖൈറായത് പകരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ച ഭർത്താവിനേക്കാൾ ഖൈറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകാനുള്ള ഭാഗ്യം കിട്ടി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കിട്ടി. അപ്പൊ അതാണ് പ്രാർത്ഥന. അത്ഭുതങ്ങൾ കൊണ്ട് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അല്ലാഹുവുമായിട്ടുള്ള കണക്ഷനാണ്. നിരാശപ്പെടാതിരിക്കുക. വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. പരിഹാരം ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്ന വിശ്വാസം. അതാണ് ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ. അതാണ് വിശ്വാസിയുടെ നിരാശ, സങ്കടം ഇല്ലാതാക്കി തീർക്കുന്നത്. ആ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തവക്കുലും പ്രതീക്ഷയുമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, എന്താണ്? എന്നെ ഉപദേശിക്കണം. ഔസിനി വഔജിസ്, യാ റസൂലല്ലാഹ് ഔസിനി, എന്നെ ഒന്ന് ഉപദേശിക്കണം നബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്താ പറഞ്ഞറിയോ?
നീ മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നിരാശയായിരിക്കുന്നതിനെ പറ്റി നീ സൂക്ഷിക്കണം. അതായത് നമ്മൾ ഓന്റെ കയ്യിലുള്ളത് നമുക്കില്ലല്ലോ എന്ന നിരാശ, അതിനെപ്പറ്റി നീ സൂക്ഷിക്കണം. പിന്നെ അത്യാർത്തി, ദുരാഗ്രഹം, അത് ഒഴിവാക്കണം. കാരണം അത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ദാരിദ്ര്യമാണ്. ആലോചിച്ച് ഒരാള് ദുരാഗ്രഹമുള്ള ഒരാള്, അത്യാർത്തിയുള്ള ഒരാള്, അയാൾ അനുഭവിക്കുന്ന ഈ വിഭവങ്ങളൊന്നും അയാൾക്ക് പര്യാപ്തമാകാതിരിക്കുമ്പോൾ അയാൾ ദരിദ്രനാണ് സത്യത്തിൽ, അല്ലെ? പണ്ട് ഒരു വാർത്ത ആലോചിക്കണം, 14.5 ബില്യൺ ഡോളർ ആസ്തിയുള്ള ഒരാള് ആത്മഹത്യ ചെയ്യും. ആലോചിക്കും, എന്തൊരു സങ്കടമാണ്. 14.5 ബില്യൺ ആണ്. 100 തലമുറ അടിച്ചു പൊളിച്ച് ജീവിച്ചാലും അത്ര പൈസ തീരൂല. അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തല്ലോ? അയാൾക്ക് ഒരു ബിസിനസ്സിന് 6 ബില്യൺ ഡോളർ നഷ്ടം വന്നു. അയാൾ ആത്മഹത്യ ചെയ്യും. ആ പടു ആലോചിക്കണില്ല, 8.5 ബില്യൺ ഡോളർ അയാളെ കയ്യിൽ ബാക്കിയുണ്ട്. 100 തലമുറ ജീവിച്ചാലും തീരാത്ത സമ്പത്ത് ബാക്കിയുണ്ടായിട്ട് ഒരു നഷ്ടം വന്നപ്പോ എന്തുകൊണ്ടാണ്? അത് ആ സമ്പത്തിനെ മറ്റെന്തിനേക്കാളും വലുതായിട്ട് കണ്ടതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ദുരാഗ്രഹം എന്നത് എന്താറിയോ? അത് നിങ്ങളെ ഇപ്പോൾ പിടികൂടുന്ന ദാരിദ്ര്യമാണ്. എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസ ഒന്ന് അനുഭവിക്കാണ്ട് ഒരു മാനസിക സന്തോഷവും ഐശ്വര്യവും മനസ്സിനില്ലാതെ പോകും. മനസ്സ് ദരിദ്രമായി മാറും. ഒരു ദരിദ്രന്റെ ഫീലിംഗ് ആണ് മനസ്സിനുണ്ടാകുക. പോരാ എത്രയോ ഉണ്ട്, എന്നിട്ട് പോരാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ് എന്ന് നബി പഠിപ്പിച്ചെടുക്കണം. നിങ്ങൾ വിട പറയുന്ന പോലെ നിങ്ങളുടെ നമസ്കാരത്തെ നിങ്ങൾ നിർവഹിക്കണം. ആ സഹോദരൻ ഉപദേശിക്കണം. ഇത് ഓരോ നിസ്കാരവും അവസാനത്തെ നിസ്കാരമാണ്. വിട പറയുന്നവന്റെ നിസ്കാരം പോലെ നീ നിർവഹിക്കണമെന്നാണ്. ഒഴിവ് കഴിവുകൾ പറയുന്നതിനെ പറ്റി എപ്പോഴും എന്തിനും എക്സ്ക്യൂസ് പറയുന്നതിനെ പറ്റി നിങ്ങൾ സൂക്ഷിക്കണം. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂ ഹുറൈറ ഒരിക്കൽ കൂടി പറയണം, ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറബ്. ധാരാളം സമ്പത്തുണ്ടാവുക എന്നതല്ല യഥാർത്ഥ സമ്പത്ത്, അല്ലേ? യഥാർത്ഥ സമ്പത്ത് എന്താണ്? സമ്പത്ത് കുമിഞ്ഞുകൂടുക എന്നതല്ല. ഗിനൻ നഫ്സ് എന്നതാണ്. വലാകിന്നൽ ഗിനൻ നഫ്സ്, ഗിന എന്ന് പറഞ്ഞത് ഗിനൻ നഫ്സാണ്. മനസ്സിന്റെ സമ്പത്താണ്, മനസ്സിന്റെ ഐശ്വര്യമാണ്. 10 റുപ്യ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ 10 റുപ്യ ഉള്ളൂ എന്നതിലുള്ള സന്തോഷവും സംതൃപ്തിയും, അതിനെ ആ രാജാവിനെ പോലെ, ആ മനസ്സുകൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതുതന്നെയാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സംതൃപ്തി. അതുകൊണ്ട് ആ ഐശ്വര്യം അത് നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു ഉപദേശമുണ്ട്. എന്താണ്? അബൂ ഹുറൈറ, നീ ഭക്തിയുള്ളവനാകുക, അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാകുക. അള്ളാഹുവിനെ അപ്പൊ എന്ത് ചെയ്യും? നീ കൂടുതൽ ആരാധിക്കുന്നവനാകും. ആരാധനാ കർമ്മങ്ങളിൽ താല്പര്യം ഉണ്ടാവും. ആരാധനകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും, ഒരു വിശാലത ഉണ്ടാവും, അതിനോട് താല്പര്യം ഉണ്ടാവും. പിന്നെ നീ തൃപ്തിയുള്ളവനാകുക. അള്ളാഹു നൽകിയത് എന്ത് ചെയ്യുക? ഒരു തൃപ്തി ഉണ്ടാകുക. അപ്പോൾ നീ കൂടുതൽ നന്ദിയുള്ളവനാകും. ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? പടച്ചവനോട് നന്ദി ഉണ്ടാവും. മറ്റേത് നിരാശയായിരിക്കും, ദുരാഗ്രഹമായിരിക്കും, സങ്കടമായിരിക്കും. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. നമുക്കൊരു സാധനം ഇഷ്ടമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുക. അയൽവാസിയോട് നീ നന്നായി പെരുമാറുക. അപ്പോൾ നീ ഒരു മുസ്ലിം ആയിരിക്കുന്നതാണ്. നീ കുറച്ച് ചിരിക്കുക. കാരണം കൂടുതൽ ചിരി അത് നിന്റെ ഹൃദയത്തെ മരിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഈ കൗൺസിലർമാരുടെ അടുത്തൊക്കെ പോയിട്ട് സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ, വിശ്വാസികൾ അങ്ങേറ്റം സങ്കടത്തിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ, ആ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കടം എന്നുള്ളത്, നിരാശ എന്നുള്ളത്, സംതൃപ്തിയില്ലായ്മ എന്നത് എന്തെയും പരിഹരിക്കാൻ ഒരളവ് വരെ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കണം.